ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിന് കുരുക്കായി മാറിയിരിക്കുകയാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട്. എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കി. ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട്. ദേവസ്വം ഉദ്യോഗസ്ഥർ, പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്തിയിരിക്കുകയാണ് എസ്.ഐ.ടി. ഇന്നലെ പത്തനംതിട്ട കോടതിയിലാണ് അധിക റിപ്പോർട്ട് നൽകിയത്. സർക്കാർ ഉദ്യോഗസ്ഥരായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രതിനിധികളും അഴിമതി നടത്തിയെന്ന് എസ്.ഐ.ടി. പറയുന്നു. കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. PC ആക്ട് ചുമത്തിയ സാഹചര്യത്തിലാണ് കേസ് റാന്നിയിൽ നിന്നും കൊല്ലം കോടതിയിലേക്ക് മാറ്റുന്നത്. ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വാസുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജഡ്ജി കാർത്തിക പ്രസാദ് നവംബർ 24 വരെ റിമാൻഡ് ചെയ്തു. എൻ വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് എ പത്മകുമാറിലേക്കും എസ്.ഐ.ടി. തിരിഞ്ഞിരിക്കുന്നത്. മുൻ കമ്മീഷണർ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഇടയായ സാഹചര്യം പത്മകുമാറിന്റെ കാര്യത്തിലും നിലനിൽക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും വാസുവിന്റെ നേതൃത്വത്തിൽ എന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് എ പത്മകുമാറാണ്. കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നാണ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. വാസുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാറിനെതിരെ മൊഴി ലഭിക്കുമോ എന്നതും നിർണായകമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദമൊഴിഞ്ഞ PS പ്രശാന്തിന് ഇനി എന്ത് സംഭവിക്കും എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനു മുമ്പ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു. 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ സ്വർണ്ണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിലെ അന്വേഷണം നിലവിലെ ബോർഡിലേക്കും നീങ്ങുന്നതും കണ്ടതോടെയാണ് CPM തീരുമാനം മാറ്റിയത്. ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തായി. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോയതാണ് പ്രശാന്തിന് വിനയായതെന്ന് അനുകൂലികൾ പറയുന്നു. ഇതിനൊപ്പം മുഷ്ടി ചുരുത്തി ശരണം വിളിക്കുകയും ചെയ്തു. ഇതിനൊപ്പം ഹൈക്കോടതിയെ മുനവച്ച് വിമർശിക്കുകയും ചെയ്തു. അങ്ങനെയെല്ലാം പ്രതികൂലമായി. ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിന്റെ ഭരണസമിതിക്കും രൂക്ഷ വിമർശനം കേൾക്കേണ്ടതായി വന്നു. ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെതിരെയും SIT അന്വേഷണമുണ്ട്. പ്രശാന്തും അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്.